ഹായ് ഫ്രണ്ട്സ്, കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. പലപ്പോഴും വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് യാത്ര ചെയ്യാനും കഴിയുന്ന ഒരു വാഹനം കൂടിയാണ് ഓട്ടോറിക്ഷ. എന്നാൽ നാം നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുകയും ഏതെങ്കിലും കടയുടെ മുൻപിലോ റോഡ് വക്കിലോ ഒക്കെ നാം വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മോട് വന്ന് ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്, ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല, ഈ ബോർഡ് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ നമ്മോട് പറയാറുണ്ട്. ഈ ഒരു അനുഭവം നമ്മിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കടയുടെ മുൻപിലോ അല്ലെങ്കിൽ ഈ റോഡ് വക്കിലോ ഒക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് സ്ഥാപിക്കാൻ നിയമപരമായി അധികാരമുണ്ടോ? അറിയില്ല. എങ്കിൽ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. റിക്ഷ ഡ്രൈവർമാർ അവർക്ക് തോന്നിയ സ്ഥലത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് കുറേ കാലം കഴിയുമ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡ് എന്ന ബോർഡ് വെക്കുകയും ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നിലവിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. എന്നാൽ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 227 പ്രകാരം പാർക്കിങ്ങിനായി നോട്ടിഫൈ ചെയ്ത സ്ഥലത്തല്ലാതെയുള്ള പാർക്കിങ് നിയമവിരുദ്ധമായ പാർക്കിങ്ങാണ്. പലപ്പോഴും നമുക്കത് അറിയാൻ സാധിക്കത്തില്ല. കടയുടെ മുൻവശത്ത് നോട്ടിഫൈ പാർക്കിംഗ് ഏരിയയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷകൾക്ക് പാർക്ക് ചെയ്യുന്നത് അനുവദനീയമാണ്. അല്ലാത്ത പക്ഷം പരാതിക്കാരുടെയോ അല്ലെങ്കിൽ ബിൽഡിംഗ് ഉടമസ്ഥൻ്റെയോ അപേക്ഷ പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയെടുക്കാനായിട്ട് സാധിക്കും. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 117 പ്രകാരം മോട്ടോർ വാഹന വകുപ്പും പഞ്ചായത്തും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനിക്കുന്ന സ്ഥലത്ത് ആയിരിക്കണം വാഹനങ്ങളുടെ പാർക്കിങ്. അങ്ങനെ അല്ലാത്തതെല്ലാം അനധികൃത പാർക്കിങ്ങായിട്ടാണ് പരിഗണിക്കാറുള്ളത്. എന്നാൽ ചില സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പാർക്കിംഗ് സ്ഥലത്തിന് പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ആക്ടിൻ്റെ സെക്ഷൻ 228 പഞ്ചായത്ത് രാജ് ലാൻഡിംഗ് പ്ലേസ് ആൻഡ് അതർ വെഹിക്കിൾസ് സ്റ്റാൻഡ്സ് ചട്ടങ്ങൾ 22 പ്രകാരവും സ്വകാര്യ പാർക്കിംഗ് സ്ഥലങ്ങൾ നടത്തുവാൻ പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമാണ്. സ്വന്തമായിട്ട് നമുക്കൊരു പാർക്കിംഗ് ഏരിയ അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. അതിനും പഞ്ചായത്തിൻ്റെ അനുവാദം ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമാണ് അതിനും. അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾ പാർക്കിംഗ് ഫീസ് വിധിക്കുമ്പോൾ പഞ്ചായത്ത് ലൈസൻസ് അത്യാവശ്യമായിട്ടും വാങ്ങിയിരിക്കേണ്ടതാണ്. നമ്മുടെ അറിവിൽ നമുക്ക് ശല്യമായ രീതിയിൽ എവിടെയെങ്കിലും ഇതുപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ബോർഡ് വെച്ച് പാർക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അതിന് പരാതി കൊടുത്ത് നടപടിയിലേക്ക് പോകാവുന്നതാണ്. പല സ്ഥലങ്ങളിലും കോടതിയിൽ പോലും ഈ അനധികൃതമായി ഈ കടകളുടെ മുമ്പിലുള്ള വാഹന പാർക്കിങ്ങൊക്കെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും ശല്യമാകുന്നെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകാവുന്നതാണ്. ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KV മോഹനാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹവുമായി നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.